നമ്മൾ ഇപ്പോൾ നമ്മുടെ മുംബൈയിൽ നിന്ന് ഒരു 100-150 കിലോമീറ്റർ അകലത്തിൽ ഒരു സ്ഥലം നമ്മൾ ഖണ്ടാല എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്തിലൂടെ നമ്മൾ യാത്രയാണ്. അപ്പോൾ അവിടുത്തെ റോഡ് സൈഡ് ട്രിപ്പ് നമുക്ക് നോക്കാം. പാവാട്ടൻചാടിയാണ് ഇത്. ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസ്. നമുക്ക് ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. കണ്ടാലയുടെ മുകൾ ഭാഗവും അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ വഴിയരികിലൂടെ, ഇന്നിപ്പോൾ അവിടെ ലൈറ്റായിട്ടൊരു മഴ പെയ്തു, അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഭംഗിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെ തന്നെ ഭംഗി. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ബോംബെ സിറ്റിയുടെ പ്രാന്തപ്രദേശമായതുകൊണ്ട് എന്താ ചെറിയ ചെറിയ കാട്ടുവഴികളൊക്കെ ഉണ്ട്. ഉണ്ടോ ഒരു പ്രത്യേക രസമാണ് അവിടെ. അവരത്തെ മതിൽ കെട്ടി വെച്ചാണോ, നല്ല രസമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടല്ലേ, നൈസല്ലേ. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി നമ്മുടെ ഊട്ടി മൂന്നാർ എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രദേശമാണത്. അങ്ങനെ അവിടുത്തെ പോലെ അത്ര തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല രസമുള്ള ഒരു ചൂടും ഇല്ലാത്ത ക്ലൈമറ്റ്. എന്താ റിസോർട്ട്സ് ആണ് സൈഡിലൊക്കെ. ഞങ്ങൾ ഇവിടുത്തെ ഈ റോഡ് ട്രിപ്പിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടു. കാരണം ആ ഈവനിങ് ട്രിപ്പിൻ്റെ ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നിയിരുന്നു. ഉച്ചയ്ക്ക് ഇത്രയും ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്, കാരണം ലൈറ്റ് ഓപ്പോസിറ്റ് വരുമ്പോൾ നമുക്ക് ആ പ്രകൃതിയുടെ ഭംഗി അങ്ങനെ കിട്ടില്ല. ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ, നമുക്കവിടെ അങ്ങനെ നോക്കട്ടെ നിർത്തിയിടാൻ പറ്റുമോ. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നല്ല വ്യൂ പോയിന്റ്. मेरा ख्याल से ये व्यू पॉइंट बोल रहा था, ये ആകെ അച്ഛാ. അപ്പോൾ അവിടെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ഇതായിരിക്കും ആ വ്യൂ പോയിന്റ് എന്ന് വിചാരിച്ചു. തെറ്റിദ്ധരിച്ചു. ടൈഗർ വാലി റിസോർട്ടാണല്ലേ, പേരൊക്കെ കിട്ടപ്പോൾ ഞാൻ വെച്ച് അടിപൊളി, അതാണ് വ്യൂ പോയിന്റ്. ഒരു വ്യൂ പോയിന്റ്, നല്ല നൈസ് വ്യൂ പോയിന്റ്. ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി, ആൾക്കാരൊക്കെ വട്ടം കൂടി നിൽക്കുന്നുണ്ട്, മഞ്ഞൊക്കെ വന്ന് വീണിട്ടുണ്ട്, ഫോഗ് ഒക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. അടിപൊളി. നമ്മളൊന്ന് കളിക്കും देखा थोड़ा आगे, कोई बात नहीं. പാടുപെട്ട് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇച്ചിരി മസിൽ പിടിച്ചൊക്കെ ഇറങ്ങാനുണ്ട്. വേറെ സ്ഥലേ ഒരു മിനിറ്റേ, ഞാൻ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലല്ലോ. സൺസെറ്റിൻ്റെ ബ്യൂട്ടി ഉണ്ടോ? വേണ്ട, എന്താ രസം നോക്കി. ഇവിടെ നല്ല പേരയ്ക്കൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ കാണാം. അത് സൺസെറ്റ് അടിപൊളി, നൈസ്. രസം വാപ്പ. അപ്പം നമ്മൾ വന്നത് ഒട്ടും വെറുതെ ഇല്ല. ആ സൺസെറ്റിൻ്റെ ബ്യൂട്ടി ഇങ്ങനെയുണ്ട്. അത്രയും ട്രാഫിക്, ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ അസ്തമിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒളിഞ്ഞു നിൽക്കുന്ന സൂര്യൻ അല്ലേ. നൈസല്ലേ നോക്കി,
അടിപൊളി. ഏത് ഭാഗം കാണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. അങ്ങോട്ട് തിരിച്ചാലും ഫ്രെയിം, ഇങ്ങോട്ട് തിരിച്ചാലും ഫ്രെയിം. നൈസല്ലേ? നൈസ് ഫ്രെയിം നോക്കി. വേണ്ട, എൻ്റെ പൊന്ന് മച്ചാനെ ഞെട്ടിച്ചളഞ്ഞു. നമുക്ക് കുറച്ചും കൂടി വേറെ എന്തെങ്കിലും കിട്ടും നോക്കാം കേട്ടോ. ഇതാണ് ട്രാഫിക് ടൂറിസം. ഒരു സിബ് വലിച്ചു വരുന്ന പോലെ ഇല്ലേ നോക്കി, കണ്ട കണ്ട, ഒരു സിബ് വലിച്ചു വരുന്ന ഫീലല്ലേ. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അമ്മമാർ വേറെ ലെവൽ ലുക്കാണ്, വേറെ ലെവൽ ലുക്ക്. പൊന്നെ, वाह वाह राम जी, कैसे क्या बनाई थी. അവിടെ നല്ല മഞ്ഞ് ഫോഗ് വരുന്നുണ്ട്. അവിടുന്ന് ഫോഗ് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ വന്ന് ഇരുന്നിട്ട് പാട്ട് പാടാത്തൊരു മനുഷ്യനില്ല എന്നുള്ളതാണ്. എല്ലാവരും വായിലുണ്ട് കേട്ടോ ഓരോ പാട്ട്. അങ്ങോട്ടേക്കൊരു വീണ്ടും കാണിക്കാതെ. ലെവൻ KVക്ക് വരെ ബ്യൂട്ടിയാ. ഒരു മിനിറ്റ്. എന്താ എന്താ രസം നോക്കി. നൈസല്ലേ? അതാ 11 KVയുടെ മഹാസമ്മേളനം താഴെ. അതിൻ്റെ മുകളിൽ ആ വണ്ടിയിൽ പോകുന്നവർ അറിയുന്നുണ്ടോ ഇത്രയും ബ്യൂട്ടിയുള്ള സ്ഥലത്തിൻ്റെ താഴത്ത് കൂടെയാണ് അവർ വണ്ടിയിൽ പോകുന്നതെന്നുള്ളത്? താഴേക്കുണ്ടേ. അവിടെ നിന്ന് കുറച്ച് നേരം മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാനത് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതൊരു സ്പെഷ്യൽ വ്യൂ പോയിന്റാണ്. कोई बात नहीं, कोई बात नहीं, कोई बात नहीं, कोई बात नहीं. बैठो. അവിടെ ഒരു പയ്യനിരിപ്പുണ്ടായിരുന്നു. എണിപ്പിച്ചു വിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു എടാ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് വെച്ചു മോനെ. അപ്പോൾ ഇല്ല ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു നന്ദിയും പറഞ്ഞു അവനോട്. നീ പോയുമ്പോഴാണ് എനിക്ക് ആ ലൊക്കേഷൻ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ പരം എന്ത് വേണം നമുക്ക്? നിങ്ങൾ തന്നെ പറ. ഇതിൽ പരം നമുക്ക് എന്ത് വേണം? എന്തെങ്കിലും വേണം ഇതിൽ കൂടുതലായിട്ട്? നമുക്കിങ്ങനെ ഊഞ്ഞാലടിക്കാൻ തോന്നുന്നുണ്ടല്ലേ? ഞാൻ സത്യം പറയട്ടെ, എനിക്കിത് ഞാൻ സ്വപ്നത്തിൽ കാണുന്ന പോലെ ഫീലാണ്. എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ബ്യൂട്ടി കണ്ടിട്ട്. ഞാനിത് സ്വപ്നത്തിൽ എവിടെയോ നിൽക്കുന്ന പോലെ ഫീലാണ് എനിക്ക്.
കാരണം ഈ വണ്ടി വരുന്നതുണ്ടോ, ഇത് ഭംഗിയല്ലേ. ട്രാഫിക് ടൂറിസം എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്. പക്ഷെ എൻ്റെ മനസ്സിലെ കോൺസെപ്റ്റും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒഫീഷ്യലി അനൗൺസ്ഡ് ആണോ എന്ന് അറിഞ്ഞൂടാ. അതായത് നല്ല ഭംഗിയുള്ള ട്രാഫിക്കുകളിൽ മാത്രം ഇതുപോലെ പിക്ക് ചെയ്ത് നമ്മൾ ഫോട്ടോസിൽ കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ടോ അതുപോലെ വിഷ്വലി കാണിക്കണം. അതൊരു പ്രത്യേക രസമാണത്. കണ്ട, അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഇത് രസമല്ലേ. പണ്ട് നമ്മൾ ഈ വീട്ടിൽ കളിപ്പാട്ടങ്ങൾ മേടിക്കൂലേ, മുകളിൽ നിന്നൊരു കാർ അങ്ങനെ ഇറക്കി വിട്ടിട്ട് താഴെ കറങ്ങി തിരിഞ്ഞ് വന്ന് തിരിച്ച് മുകളിലേക്ക് കയറുന്ന പോലെ, ഇത് അതുപോലത്തെ ഒരു ഫീൽ അല്ലേ, ഒരു നൈസ് ഫീല്. ഞാൻ അടുത്തൊരു ഫീൽ കാണിക്കട്ടെ. കുറച്ച് വൈഡ് വെച്ചാൽ രസമുണ്ടാവും. അവരവിടുന്ന് കളിക്കാണ്. അതായത് ഈ ഒരു വണ്ടി ഉണ്ടോ, ഈ വണ്ടി അവധി കൂടെ കറങ്ങി അവിടെ എത്തണത് എത്ര എങ്ങനെയാണ്, ഈ വണ്ടി ആദ്യം ഏത് വണ്ടി എത്തുക, മറ്റേത് ഓവർടേക്ക് ചെയ്ത് പോവും, ഇതൊക്കെയാണ് വേറെ ചോദ്യം. എന്താ ഭയങ്കര രസമാണ്. അവരുടെ ഗെയിം തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ വന്ന് അങ്ങനെ കളിക്കാനും ഭയങ്കര രസമാണ്. ഏത് വണ്ടിയായിരിക്കും മുകളിൽ അപ്പുറത്ത് ആദ്യം എത്തുക എന്നൊക്കെ ചോദ്യം. അതിൻ്റെ പുറത്ത് ബെറ്റൊക്കെ വെച്ച് കളിക്കുന്നു. സോ